വയനാട്ടിൽ കണ്ടെയ്നറിന്റെ അകത്ത് ആദ്യമായിട്ട് കുങ്കുമപ്പൂ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ശേഷാദ്രി തുടങ്ങിയ ഒരു ട്രക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ബൂട്ട് പാത്സ്. ബൂട്ട് പാത്തിന്റെ കൂടെ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ കുദ്രമുഖ് നാഷണൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന നേത്രാവതിയും അതുപോലെ തന്നെ ഗംഗടിക്കലും ട്രക്കും വെറും 4500 രൂപക്ക് മംഗലാപുരത്ത് തുടങ്ങിയ യാത്രവും ഭക്ഷണവും താമസവും ട്രക്ക് ഫീയും എല്ലാം കൂടി ചേർന്ന് പോയ ഒരു മനോഹരമായ ഒരു യാത്രാ അനുഭവമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ വിവിധ ഭാഗത്തു നിന്നുള്ള 7 അംഗ സംഘം അതിരാവിലെ 6 മണിക്ക് മംഗലാപുരത്ത് എത്തി. മംഗലാപുരത്ത് ഒരു ഇന്നോവ വഴി ഞങ്ങൾ മൂടബദ്രി വഴിയാണ് കുദ്രമുഖ് നാഷണൽ പാർക്കിൽ എത്തിയത്. അവിടെ നമുക്ക് പോണ മുമ്പായിട്ട് ഫോറസ്റ്റ് ചെക്ക് പോയിന്റിൽ കാണിച്ചിട്ട് പെർമിറ്റ് എടുക്കണം. അവിടെ നിന്ന് നേരെ കുദ്രമുഖിലുള്ള ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് വേണം നമ്മുടെ ID കാർഡും അതുപോലെ തന്നെ മുൻകൂട്ടി എടുത്ത ടിക്കറ്റും വെരിഫൈ ചെയ്യണം. കർണാടക ഗവൺമെന്റ് ട്രക്കിംഗ് വെബ്സൈറ്റായ അരണ്യവിഹാര വഴിയാണ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കേണ്ടത്. ഗംഗടിക്കൽ പീക്കിനായിട്ട് ഒരാൾക്ക് 500 രൂപയാണ് വരുന്നത്. അതുകൂടാണ്ട് ഗൈഡിന്റെ ചാർജ് നമ്മൾ വേറേണ്ടതുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ID കാർഡും അതുപോലെ ടിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്യാൻ പറ്റിയത്. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ സ്വല്പം മടി തോന്നിയെങ്കിലും പിന്നീട് മഴ ഒരു പ്രശ്നമേ ആയി തോന്നിയില്ല. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പുറകോട്ട് സഞ്ചരിച്ചിട്ട് വേണം ഗംഗമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഗംഗടിക്കൽ ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പ് ആരംഭിക്കുന്നത്. നിങ്ങൾ വെസ്റ്റേൺ ഘട്ടിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ട്രക്കിംഗ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയ ഒരു ട്രക്കാണ് ഗംഗടിക്കൽ ട്രക്ക്. സോക്കു വാലി ഓഫ് കർണാടക എന്നാണ് ഗംഗടിക്കലിനെ ഈ ട്രക്കിനെ വിശേഷിപ്പിക്കുന്നത്. 4 കിലോമീറ്റർ മുകളിലോട്ടും 4 കിലോമീറ്റർ താഴോട്ടായിട്ട് ഒരു 4+4 ട്രക്കാണ് ഗംഗടിക്കൽ ട്രക്ക്. ട്രക്കിംഗ് ആരംഭിക്കുന്നിടത്ത് ഒരു ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണക്കിൽ കാണിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പലതും അവരവിടെ പിടിച്ച് വാങ്ങിച്ചു വെക്കും. നമുക്ക് തിരിച്ചു പോരും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഒഴിവാക്കാൻ നോക്കുക. മിഠായിയുടെ കവർ, ബിസ്ക്കറ്റിന്റെ കവർ, വേസ്റ്റ് കവർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അവർ തീർച്ചയായിട്ടും പിടിച്ചു മേടിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. ട്രക്കിംഗ് ആരംഭിക്കുന്ന മുമ്പായിട്ട് നമ്മളൊന്ന് വാമപ്പ് ചെയ്തിട്ടാണ് ട്രക്കിംഗ് തുടങ്ങിയത്. സാധാരണ ട്രക്കിംഗ് പോകുമ്പോൾ വാമപ്പ് ചെയ്യുന്ന എല്ലാം കൂടെ നല്ലതാണ്. മസിൽ സ്ട്രെയിൻ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ട്രക്കിംഗ് ആരംഭിക്കുന്ന ഒരു ഫോറസ്റ്റ് പാസിലൂടെയാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ ശരിക്കും ഒരു കോടൊക്കെ മൂടിയിട്ട് നമുക്ക് കൊടൈക്കനാലും അതുപോലെ ഊട്ടിയൊക്കെ പോയ ഒരു ഫീലാണുള്ളത്. ഇവിടുന്ന് 2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വാട്ടർ പോയിന്റ് കിട്ടും. അതുവരെ നല്ല രസമായ റോഡുകളാണ്. ശരിക്കും വണ്ടിയൊക്കെ പോകുന്ന രീതിക്കുള്ള നല്ല വീതിയാർന്ന റോഡാണ് ഇവിടുന്ന് ഇതുവരെ ഉള്ളത്. ജംഗിൾ ഫൗൾ എന്ന് പറയുന്ന കാട്ടുകോഴി നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റി. ബൂട്ട് പാത്തിനെ കുറിച്ചിട്ട് ഓൺലൈനിലും അതുപോലെ തന്നെ റഫറലും വഴി അറിഞ്ഞ് മനസ്സിലാക്കി വന്ന 7 അംഗ സംഘമാണ് ഞങ്ങൾ യാത്രയിലുള്ളത്. അവരെല്ലാവരെയും കുറിച്ച് വളരെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ ബൈ.